ഇതാണ് പാലം 2. നമ്മുടെ അടുത്ത പാലമാണ് ഗൈസ് ഇത്. എപ്പോഴും തോടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ഗൈസ്, ഇവിടെ അടുത്ത പാലമാണ് ഞാൻ കാണിച്ചത്. പാലത്തിൻ്റെ അപ്പുറത്ത് വെള്ളമാണ് ഗൈസ്. നമ്മൾ ഇവിടെ ഒരു വഴിയുണ്ട്, ഇവിടെ ഒരു വഴിയുണ്ട്. ഇങ്ങോട്ട് കുണ്ടാമുഴി പോകാൻ പറ്റും ഗൈസ്. ഇതിൽ കൂടെ എൻ്റെ അമ്മച്ചി വീടാണ് ഗൈസ്. ഇതിൽ കൂടെയും പോകാൻ പറ്റും ഗൈസ്. ഈ വഴി കൂടെ പോകാൻ പറ്റും ഗൈസ്. അതുവരെയാണ് ഗൈസ് നമ്മൾ വന്നത്. ഇവിടെ മീനുകളൊക്കെ ഉണ്ട്. ഇനി കുണ്ടാമുരിയിലോട്ടാണ് നമുക്ക് പോവാനുള്ളത്. നമുക്ക് കുണ്ടാമുരിയിലോട്ട് പോവാം ഗൈസ്. നമ്മൾ തീരുമാനിച്ച സ്ഥലം പോകുന്നില്ല, അത് കുറേ നടക്കണം, അതുകൊണ്ട് പോകണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതുവരെ പോകണോ അതുവരെ പോകണമെന്ന് തീരുമാനിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് നിൽക്കാം. ഇവിടെ കുറേ മീനുകളൊക്കെ ഉണ്ട്, നമുക്കത് നോക്കാം. മീൻ ചെറിയ ചെറിയ പാവലയിലേ കാണുന്നുള്ളൂ. അപ്പുറത്തൊക്കെ വിളയാണ്, ഇപ്പുറത്തും വിളയാണ്, അപ്പുറത്തും വിളയാണ്, അതും വിളയാണ് കാശ്. അത് എൻ്റെ ബാക്കി കാണുന്നതും വിളയാണ്. വെള്ളമല്ല കാശ്, വെള്ളം അല്ല കാശ്, അത് തോടാണ്. ഇവൻ പറഞ്ഞ തെറ്റാണ്. ഞാൻ പറഞ്ഞ വിളയാണ്, തോടല്ല. ഞാൻ പറഞ്ഞത് തോടല്ല, വിളയാണ്. അതുകൊണ്ട് നമ്മൾ വിളയാണ് പറഞ്ഞത്. വിള ഇവിടെ തന്നെ 1, 2, 3 വിള ഉണ്ട് ഗൈസ്. 3 വിള ഗൈസ്, 3 വിളയുണ്ട് ഗൈസ്. ഇവിടെ 3 വിള ഉണ്ട്. ഇനി ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം ഗൈസ്. അങ്ങോട്ട് ഇവിടെ ചെറിയ ഇടവഴിയുണ്ട്, നമുക്ക് അതുവരെ പോവാം ഗൈസ്. കണ്ട ഗൈസ്, ഇതൊക്കെയാണ് ആ ചെറിയ ഇടവഴിയിൽ. ഇനിയുണ്ട് ഗൈസ്, അങ്ങ് പോകണം. പക്ഷേ അത് കുണ്ടാമുഴിയാണ് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇനി പോകുന്നില്ല, നമുക്ക് സ്ട്രെയിറ്റായി പോയി നോക്കാം. വാ ഗൈസ്, ഇതാണ് സ്ട്രെയിറ്റായി പോകുന്നത് നമ്മൾ. ഗൈസ്, ഇതും ഒരു ഇടവഴിയാണ് ഗൈസ്. ഇതും ഒരു ഇടവഴിയാണ് ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് കുറച്ച് പോവാം ഗൈസ്. ഇങ്ങോട്ട് കുറച്ച് കാട് പോലെയാണ്. ഗൈസ്, നമുക്കിനി ഇവിടെ വേണ്ട, നമുക്കിനി അങ്ങോട്ട് പോവാം ഗൈസ്. നമ്മൾ അങ്ങോട്ട് പോവേണ്, നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം. അതുകൊണ്ട് നമുക്കിനി അങ്ങോട്ട് പോവാം. വാ ഗൈസ്, വാ അങ്ങോട്ട് പോവാം ഗൈസ്. ഇവിടെ കുറച്ച് ഇതൊക്കെയുണ്ട്, പാമ്പുകളൊക്കെ കാണും. നമുക്ക് ഇതുവരെ പോവാം. ഈ സൈഡിൽ പോകണം. ഗൈസ്, നമുക്ക് ഈ സൈഡിലാണ് പോകാനുള്ളത്. നമുക്ക് ഈ സൈഡിൽ കൂടെ പോവാം. ഗൈസ്, എൻ്റെ ചെരുപ്പ് ചറുക്കി വീണാണ് ഗൈസ്. ഇവിടെ ഒരാൾ തിരിച്ചോണ്ട് പോവേണ്, ചെരുപ്പ് തട്ടി പോവേണ്. ഇവനും കൂടെ പോവേണ് ഗൈസ്. ചെരുപ്പ് തട്ടി വീണു ഗൈസ്. അതാണ് ഗൈസ്, ചെരുപ്പ് പൊട്ടി ഗൈസ്, ചെരുപ്പ് പൊട്ടി ഗൈസ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം, അങ്ങെത്തിയിട്ട് കാണാം ഗൈസ്. ഇവിടെ സൈക്കിളിൽ പോയപ്പോൾ അവൻ വീഴാൻ പോയിക്കാണ്. ഇവൻ അതാ ഈ സൈക്കിളിൽ പോയപ്പോൾ ഇവൻ വീഴാൻ പോയിക്കാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. ഇവിടെ ഈ വീട്ടിൽ പണി നടക്കുകയാണ്. ദൈവ വീണ്ടും സൈക്കിൾ എടുത്തിരിക്കുകയാണ്. സൈക്കിളിൽ നിന്ന് പോകില്ലെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. കണ്ട ഗൈസ്, ഒരു നാണം പൊച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ആടൊക്കെ കിടന്ന് വിളിക്കുകയാണ് ഗൈസ്. അവിടെ വീണിരിക്കുന്നു ഗൈസ്. അവിടെ വീണിരിക്കുന്നു. പറയാൻ പറ്റില്ല, ഞാൻ എപ്പോൾ വേണം വീഴാം. ചെരുപ്പ് ഓൾറെഡി പൊട്ടിയിരിക്കുകയാണ്.
അതുകൊണ്ട് ഗൈസ് എൻ്റെ ചെരുപ്പ് ഓൾറെഡി പൊട്ടിയിരിക്കുകയാണ്. പറയാൻ പറ്റൂല, എപ്പോൾ വേണം വീടാം ഗൈസ്. അയ്യോ ഗൈസ് ഒന്നും കൂടെ വീണിരിക്കുന്നു ഗൈസ്. അവനെ കളിയാക്കിയപ്പോൾ ഞാൻ വീണെന്ന് തോന്നുന്നു. ചെരുപ്പ് ഒന്നത് പൊട്ടിയിരിക്കുന്നു ഗൈസ്. എൻ്റെ ദേഹമൊക്കെ അല്ല മണ്ണുണ്ടായിരുന്നു, നമുക്ക് അത് നമ്മൾ തട്ടിക്കുടഞ്ഞു വൃത്തിയായി. ഗൈസ് ഇത് വളയാണ് ഗൈസ്. അതുകൊണ്ടേ അവ ഒന്നുകൂടെ വീണിരിക്കുന്നു. അമല ഒന്നുകൂടെ വീണിരിക്കുന്നു. അമ്മലി ഒന്നുകൂടെ വീണിരിക്കുന്നു. നമുക്ക് അവൻ്റെ അടുത്ത് പോവാം ഗൈസ്. അവൻ വീണിരിക്കുന്നു ഗൈസ്. എന്താണ് ഗൈസ്, അവൻ വീണിരിക്കുന്നു. അമ്മലി വീണിരിക്കുന്നു ഗൈസ്. അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവാൻ അവൻ വീണ്ടും സൈക്കിൾ എടുത്തിരിക്കുന്നു ഗൈസ്. ടോട്ടൽ എന്ത് കിടന്ന് അനങ്ങുന്നു ഗൈസ്. നമുക്ക് മീനാണോ നോക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതാണ് വെള്ളം കടല്ലോ. വെള്ളമല്ല, വാട്ടറാണ്. വെള്ളം വാട്ടർ ഒന്നാണല്ലോ. വാട്ടർ ഒന്നല്ല, തമിഴ് ഭാഷയാണ്. തന്നെ വാട്ടർ അല്ല ഗൈസ്, അവനൊന്നും അറിഞ്ഞൂടാ. അവ 1, 2 തോറ്റിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ വീണ്ടും 2 1 പഠിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ കേട്ടോ.